ഉണിക്കട്ടാ ഇന്ന് നമ്മുടെ കൂടെ വേറെ ആൾ കൂടെ ഉണ്ട് കേട്ടാ. വേറെ ആരാണ് ഇനി വരാനുള്ളത്? വേറെ ആരും ഇനി വരാനൊന്നുമില്ല. ദേ ഇവള് തന്നെ നമ്മുടെ താമര. നീ എന്ത് ഭ്രാന്താണ് ഈ പറയണത്? എടാ ഈ പെങ്കൊച്ചനെ പുറകടലായിട്ട് കൊണ്ടുചെന്നാലേ കടച്ചൊരുക്കൊണ്ട് വാള് വെച്ച് വശം കെട്ട് പോകട്ടെ. ഒന്ന് പോടപ്പ അവിടെ നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാകുകയല്ലെന്ന്. അവൾ ആ കിച്ചൻ കള്ളിക്കാത്തിരി നമുക്കുള്ള ചോറും കൂട്ടാനും വെച്ച് തന്നോളും അല്ലേ മോളെ? വെറുതെ അപകടം കെട്ടെന്ന്. എന്താ അപകടം? ഇപ്പൊ കടലിനേക്കാളും വലിയ അപകടം കരയിലല്ലേ. ഇതിനെ കരയെ തനിച്ചാക്കി പോകുന്ന എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്റെ മോളെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അതിന് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും. അവന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്ന് തക തുണി തൈ എന്നാ ഈ പുത്തമരക്കതിന് ഐശ്വര്യായിട്ട് നീ വള്ളത്തിലായിട്ട് മുരുക അയ്യപ്പസ്വാമി, എൻ്റെ ഭാര്യയ്ക്കും മകനും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എണീക്കണ്ട, പഠിച്ചോ. നന്നായി പഠിക്കണ്ടോ നീ? ഫാദർ പഠിക്കണം. മോഹനോ TTCക്ക് ചേരാൻ പറ്റില്ല. നിന്നെയെങ്കിലും ടീച്ചർ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാവി തൊലിച്ചാ ഞാനാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ശരിയല്ലേ. TTC പാസ്സായി കടപ്പുറത്തുള്ള സ്കൂളിൽ മാഷായി വരേണ്ട ചെറുക്കനാ. അവൻ പഠിപ്പ് നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത് നിങ്ങൾ കാരണമല്ലേ? തുണി നിന്റെ വർത്താനം കേട്ടാ വള്ളപ്പടിയിൽ വീണ് കിടപ്പില്ലാതെ ഏതാണ്ട് മനഃപൂർവ്വം തോന്നൂല. ഓ പിന്നെ പണ്ടങ്ങാണ്ടോ വള്ളപ്പടിയിൽ വീണുന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും മനുഷ്യന്മാര് പണിക്ക് പോകാണ്ടിരിക്കല്ലേ. ആ ചെറുക്കനും ഞാനും പണിയെടുക്കണത് കൊണ്ട് മൂത്ത ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റിയച്ചോ. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നേനെ. ഉണിക്കണ്ടൻ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പണിക്ക് പോയാൽ എന്താ? എന്റെ അച്ഛോ, ഞാൻ നടക്കണ എങ്ങനെയെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് രാവിലെയും കൂടി നടുവിനൊരു പിടുത്തം. അതിന്നലെ എന്റെ കൂടെ മീൻ വിൽക്കാൻ വരാൻ പറഞ്ഞപ്പോ തുടങ്ങിയ പിടുത്തമാണച്ചോ. ഓരോ ദിവസം ഇങ്ങേർക്ക് ഓരോ പിടുത്തവാ. നടുവിന് പിടുത്തം, കാലിന് പിടുത്തം, മീൻ പിടുത്തം മാത്രമില്ല. എന്താ കണ്ട ഇത്? കണ്ടനൊരു കാര്യം ചെയ്യും, വലിയ അധ്വാനമുള്ള പണിക്കൊന്നും പോണ്ട. പണി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുള്ള പണിയെടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. എന്നാ പിന്നെ അധ്വാനമുള്ള പണിയെടുക്ക്. അതിന് ആരോഗ്യം വേണ്ടേച്ചോ. ചുരുക്കി പറഞ്ഞ പണിയെടുക്കുന്നത് കണ്ടന് ഇഷ്ടല്ല. ഫാദർ കണ്ടെന്ന് പറയുമ്പോ എനിക്ക് കണ്ടം പൂച്ച ഓർമ്മ വരുന്നത്. വലിയ പഠിപ്പുകാരി. 10ാം ക്ലാസ്സിലായപ്പോ തന്നെ അവൾ അച്ഛനെ പൂച്ചയേക്കാൻ തുടങ്ങി. വെറും പൂച്ചയല്ല, പണിയെടുക്കാത്ത കള്ളം പൂച്ച. ട്യൂഷൻ എടുക്കാൻ പോയവൻ അന്തരമാർക്ക് ഓടി വരി. ഇനി വല്ല ചാകരയും വന്ന അച്ചോ വന്നച്ചോ. ഞാൻ പറഞ്ഞില്ലേച്ചോ ചാകരയാണ്. പത്രത്തിൽ വന്നച്ചോ. പത്രത്തിൽ ചാകര. അന്ന് താമരയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതേ പത്രത്തിലുണ്ട്. നോക്ക്. കടലിൽ ഒരു ചെന്താമര. നേരാണല്ല. എടാ മോഹന, നിനക്കും കൂടെ ഇവക്കടെ അടുത്ത് കയറി നിൽക്കാൻ പാടില്ലായിരുന്ന. അതിന് കടലിൽ മീൻ പിടിക്കുന്ന പെണ്ണ് ഞാനാണ്, അവളല്ലേ? മിടുക്കിയ ഇവള്. ഇവളെ പോലെ ഇവള് മാത്രമേ കാണൂ. കടലിനോടും ജീവിതത്തോടും പൊരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടി സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാ ഇതിലെഴുതിയിരിക്കണേ. ഇവളെ നമുക്കൊന്ന് ആദരിക്കണം. ഇതൊരു ആഘോഷാക്കി മാറ്റണം. നാടക മത്സരത്തൊഴിലാളി എത്തി. അപ്പൊ ഇനി 17-ാം തീയതി തൃപ്പൂണിത്തുറയിൽ. ഞാൻ സ്പോട്ടിലെത്തിയേക്കാം ചേച്ചി. അപ്പച്ചാ, ഉണക്കച്ചെമ്മീൻ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. റൊക്കം കാശ് തരണം, അന്നത്തെ പോലെ കടം പറയരുത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണ കേട്ടാ. അതൊക്കെ തന്നേക്കാം. തന്നാ മതി. താമരയുടെ ഇന്റർവ്യൂ വന്നിട്ട് കാലക്കീലോടാ നമ്മുടെ എല്ലാവരുടെയും പേരുണ്ട്. നാടക നടനായ ആലപ്പി അപ്പച്ചന് പ്രത്യേക എഴുതി. സത്യം. എന്റെ മോൻ ശാരംഗന്റെ പേര് പത്രത്തിൽ വരണ്ടായിരുന്നു. എന്താ? അവൻ അഹങ്കാരം കൂടും. അച്ഛന് 10 രൂപ തരാത്തവന്റെ പേര് പത്രത്തിൽ വന്നിട്ട് എന്താ? രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഇന്ന് എത്രണ്ണം കീറി? 2 3 അങ്ങനെ സത്യം പറ. താമര എവിടെ? അവള് കടലിൽ പോയിരിക്കുക. ഇന്ന് വള്ളം എടുക്കുമ്പോ അവൾക്കൊരു ഗംഭീര സ്വീകരണം ഏർപ്പാടാക്കിയിരിക്കാം മൈക്കിളച്ചൻ. മാല ഇട്ട് കഴിഞ്ഞാൽ ബാൻഡ് മേളം തുടങ്ങണം. ബാൻഡ് മേളക്കേറ്റ ശ്രദ്ധയ്ക്ക്, മാല ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാൻഡ് മേളം തുടങ്ങേണ്ടതാണ്.
ഇതെന്താണ് താമര എല്ലാരും കൂടി ചന്തക്കടവത്ത്? ഇതെന്താണ് മൈക്കിളച്ച വിരോണിയമ്മനെ കല്യാണം കഴിച്ച? ഇതെന്താണെച്ചോ എല്ലാരും കൂടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. നീ ഇപ്പൊ ഈ നാടിന്റെ അഭിമാനല്ലേ? ഈ കടപ്പുറത്തെ ലോകം മുഴുവൻ അറിയിച്ച അധ്വാനശീലിയായ പെൺകുട്ടി. ഇത് കണ്ട പിടിച്ച പലക്കനാട്ടനട്ടാ. കടലിന്ന് പണി കഴിഞ്ഞ് വരണ നിന്നെ ചൂടോടെ സ്വീകരിക്കാനായിട്ട് മൈക്കിളച്ചൻ ഏർപ്പാടാക്കിയ സ്വീകരണമാണിതല്ല. നിന്റെ മഹത്വം തിരിച്ചറിയാൻ അവസാനം പത്രക്കാര് വാർത്ത കൊടുക്കേണ്ടി വന്നു. എല്ലാരും പണിയെടുക്കണ പോലെ ഞാനും പണിയെടുക്കണം. അതില് വലിയ മഹത്വമൊന്നുമില്ല. ചുമ്മാ സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ നാണം കെടുത്താൻ എനിക്ക് ചമ്മല. അച്ഛൻ ഇവരൊക്കെ വിളിച്ചോണ്ടൊന്ന് പോയെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്റെ വില നിനക്കറിയില്ല. ഈ രാജ്യത്ത് കടലിൽ പോയി മീൻ പിടിക്കണ ഏക പെണ്ണ് നീയാണ്. കൂടെ നടക്കണ ഞങ്ങ പോലും അതിപ്പോഴല്ലേ അറിഞ്ഞത്. അത് ശരിയാണ്. എന്നെ സ്വീകരിക്കാതെ ഞങ്ങൾ വിടൂല. ആ മാലെടുത്ത് അവിടെ കഴുത്തലൊക്കെ കടന്നു വരികയാണ്. അലറിയടിക്കുന്ന തിരമാലകളിൽ നിന്ന് പെടപെടക്കണ മീൻ പിടിക്കണ കടലിന്റെ പൊന്നോമനപുത്രി ചെന്താമര ഇതാ കടന്നു വരികയാണ്. മത്തികൾക്കും അയലകൾക്കും ഭീഷണിയായ ചെന്താമര ഈ കടൽ തീരത്തെ പുളകമണിയിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് ചെന്താമര. അന്ന ഇതിലേതെങ്കിലും ഒന്ന് കറക്ക്. രണ്ടു പണിയും കൂടി ഒരുമിച്ച് ചെയ്താൽ അത് അങ്ങനെ ഇരിക്കും. പുഷ്പേച്ചിനെ നോക്കി കറക്കി കറക്കി ഇന്നിപ്പോ രണ്ടാമത്തെ കുപ്പിയാ പൊട്ടുന്നേ. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ പണി ചെയ്താ മതി. മര്യാദക്കുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ അവിടെ പറഞ്ഞുവിടും. പറഞ്ഞു വിട്ടാലും ശരി, ഞാനുള്ളത് തുറന്നു പറയും. 2 കൊല്ലായിട്ട് പുഷ്പേച്ചിന്റെ അടുത്ത് കാര്യം തുറന്നു പറയാൻ അണ്ണന് പറ്റിയിട്ടില്ലല്ലോ. ഇനി പുഷ്പേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ അണ്ണന്റെ ഈ ഒടുക്കത്തെ വിക്ക് 4 ഇരട്ടിയാവും. എന്നാ ഒരു ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാൽ പുഷ്പേച്ചിക്ക് എഴുത്തും വായന അറിഞ്ഞൂടും. അവസാനം ലവിന്റെ ചിഹ്നം വരെ അണ്ണന് ഞാൻ വരച്ചു തന്നില്ലേ. എന്നിട്ടോ അതിപ്പതെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇരിക്കുക. അണ്ണൻ ഇതും നോക്കി ജീവിതകാലം മുഴുവൻ വിക്കി വിക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. ദേ ഭാവി അമ്മായിപ്പം വരുന്നുണ്ടിട്ടാ. മോളെ, നീ ഇങ്ങനെ കടക്ക് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ താമരയെ പോലെ കടലിൽ പോകാൻ നോക്ക്. പത്രത്തിൽ പടമെങ്കിലും വരും. അച്ഛൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയാലേ അച്ഛന്റെ പടമായിരിക്കും പത്രത്തിൽ വരാൻ പോണേ. മോളെ, ദേ ഒരു 50 രൂപ താടി. പിന്നെ എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അച്ഛൻ പോയേ. എപ്പ ചോദിച്ചാലും മുതലാളിക്കാണ് കൊടുക്കണം, മുതലാളിക്കാണ് കൊടുക്കണം എന്നും പറഞ്ഞത്. നീ എന്നാ ഒരു മോളാടി.